നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാനാണ് നമ്മളൊന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീടിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന വീടാണ് ഈ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് മുകളിൽ ഒരു എ ഫ്രെയിം വർക്കും അതുപോലെ തന്നെ ഒരു കേബിൾ റൂഫ് വർക്കും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഫ്രണ്ടേജ് എലിവേഷനൊക്കെ അടിപൊളിയായിട്ട് സ്റ്റീലിൻ്റെ ബാർ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റ് അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം നൽകിക്കൊണ്ട് അടിപൊളിയാക്കി തീർത്തിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈനാണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ കാണുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാവും ഗേറ്റും കാര്യങ്ങളെല്ലാം വീടിൻ്റെ ഒരു കോൺസെപ്റ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 5 മീറ്റർ ഫ്രണ്ട് ടാറേജ് വരുന്ന ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. ലോവർ സൈറ്റ് തന്നെയാണ്, നിരന്ന ഭൂമിയിൽ തന്നെയാണ് വീട് കാര്യങ്ങളെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. 4 സെൻറ്റിൽ 1760 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു അടിപൊളി വീടാണ് ഈ കാണുന്നത്. വീടിൻ്റെ ലുക്ക് വൈസ് ആയാലും ഇൻറ്റീരിയർ വൈസ് ആയാലും നമുക്കൊന്നും പറയാനില്ല, അത്രയും ഗംഭീരമായിട്ടാണ് വീടിൻ്റെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 8 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് വീട് വരുന്നത്. ബസ് റൂട്ടിൽ നിന്നൊരു 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണിതിരിക്കുന്നത്. അത്യാവശ്യം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റും സ്കൂളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. തിരുമല രാമേന്ദ്രയിൽ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് വരുന്നത്. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പെരികാവ് എന്ന സ്ഥലത്ത് നമുക്ക് പണി തീർത്തിരിക്കുന്ന വീടാണ് ഈ കാണുന്നത്. അത്യാവശ്യം രാമേന്ദ്ര ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തിരുമലയിൽ ഇത്തിരി ഫേമസ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് ലാൻഡ്മാർക്കായിട്ട് മെയിനായിട്ട് പറയാൻ പറ്റുന്നത്. തിരുമല രാമേന്ദ്രയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് വീട് വരുന്നത്. റഷില്ലാത്ത റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേന് നമുക്ക് ഇത്രയും വലിയൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ വീതിയിലുള്ള ഒരു ഫ്രണ്ട് ഗേറ്റും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം എത്ര വലിയ വണ്ടികളായാലും നമുക്ക് സുഖമായിട്ട് വീടിനകത്തോട്ട് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വീടിനകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് നമുക്ക് തുറന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഈ ഒരു ലെവലിലാണ് വീട് വ്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിനകത്തോട്ട് കോമ്പൗണ്ടിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് തന്നെ ഫ്രണ്ടിലെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. വീട് നമുക്ക് വന്നിട്ടുള്ളത് 4 സെൻറ്റിൽ 1760 സ്ക്വയർ ഫീറ്റാണ്. കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ വന്നിരിക്കുന്ന ഒരു ഫ്രണ്ടേജാണ് വന്നിട്ടുള്ളത്. കവേർഡ് കാർ പാർക്കിനകത്ത് ഒരു സുഖമായിട്ടൊരു വലിയ കോമ്പാക്ട് എക്സ്യുവിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കാറും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കിണറിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വീട് ഫ്രണ്ടേജാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സിറ്റ് ഔട്ടാണ്. വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും 6x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റൊക്കെ നല്ല പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് വീടിന് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറ് വരുമ്പോഴത്തേക്കും നമുക്ക് തേക്കിൻ തടിയിലാണ് കംപ്ലീറ്റ് ഉള്ളത്. നല്ല യൂണീക്ക് ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് ഒരു ഡോറിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ വിൻഡോ പൊസിഷനും ഉൾപ്പെടെ നമുക്ക് തേക്കിൻ്റെ പാനലൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു സംഭവമാണ്. നല്ല ഒരു ഐ കാച്ചിങ് സംഭവം തന്നെയാണ് ഇത്രയും പോർഷനും. അപ്പോൾ വീടിൻ്റെ ഡോർ വരുമ്പോഴത്തേക്കും തേക്കിൻ തടിയിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഇന്റീരിയർ വരുന്ന ഒരു ലിവിങ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. 16x15 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിങ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് പ്രീമിയം രീതിയിലുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയ ഒരു TV ഒക്കെ സുഖമായിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV ഏരിയ പോർഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കബോർഡ് പോലത്തെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ പ്രൊഫൈൽ ചാനലൊക്കെ ഡെക്കറേഷനായിട്ട് കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് വാൾപേപ്പറും കാര്യങ്ങളാണ്
അത് പ്രീമിയം രീതിയിലുള്ള നല്ല മനോഹരമായ വാൾപേപ്പറും കാര്യങ്ങളാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് നോക്കുമ്പോഴത്തേക്കും വുഡൻ വർക്ക് പാനലും കാര്യങ്ങളും പാറ്റേൺ വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് അനുസരിച്ച് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് നൽകിക്കൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കാണ്. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ ആണ് കാണുന്നത്. നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ വരുമ്പോഴത്തേക്കും 14x15 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. അത്യാവശ്യം നമുക്കൊരു 6-8 ചെയറൊക്കെ ഉൾപ്പെട്ട് വരുന്ന ഡൈനിങ് എല്ലാം നമുക്ക് ഇതിനകത്ത് ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. 15x14 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു വോളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായി കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഓപ്പൺ ഏരിയ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. തൊട്ട് മുകളിലായിട്ട് നല്ലൊരു മനോഹരമായ ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഡൈനിങ്ങിൽ നിന്നൊരു ഓപ്പൺ ഏരിയ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വേണ്ടിയുള്ള വാഷ് കൗണ്ടർ ഏരിയ ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്മാർട്ട് മിററും അതുപോലെ തന്നെ മനോഹരമായി തീർത്തിരിക്കുന്ന വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ അല്ലാതെ വേറെ സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഒരു കോൺക്രീറ്റ് ഷെൽഫും കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. തൊട്ടടുത്തായിട്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു ഓപ്പൺ മോഡൽ കിച്ചണാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെയാണ് നമുക്കിവിടെ DBയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് വീടിന് ഉള്ളത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിന് തന്നിരിക്കുന്ന കിച്ചൺ. 14x19 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഈ കാണുന്നത്. കളർ കോമ്പിനേഷൻ വിത്ത് കളർ കോമ്പിനേഷൻ ആയാലും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിലായാലും നല്ല മനോഹരമായി ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ. നമുക്ക് ഫ്ലോറിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേൺ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് മനോഹരമായി കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചണാണ് ഈ കാണുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലിൽ അത്യാവശ്യം നമുക്കെല്ലാം നൽകിക്കൊണ്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. അവിടെയും നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു പോർഷനാണ്. അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ക്യാബിനറ്റ്സും കാര്യങ്ങളും മുകളിലും താഴെയുമായിട്ട് പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മോഡുലാർ രീതിയിലുള്ള കിച്ചണിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കിച്ചണിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അവിടെയും പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. സ്റ്റൗവും കാര്യങ്ങളും വയ്ക്കുന്ന ഒരു ഏരിയ നമുക്കിവിടെ വിട്ടിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് നമുക്ക് അറേഞ്ച് ആവുന്നത്. ഒരു സ്മാർട്ട് സിങ്കാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം. നമുക്ക് 15x12 റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അത് അത്യാവശ്യം നല്ല വിശാലമായ ഒരു റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു റൂമിന് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ്സ് നമുക്ക് വന്നിട്ടുണ്ട്. വാർഡ്രോബ്സ് നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിൾ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു വാർഡ്രോബ്സാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഡ്രസ്സിങ് ഏരിയ നമുക്ക് അറേഞ്ച് ആക്കി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീട്ടിൽ ഈ റൂമിൽ കൊടുത്തിരിക്കുന്ന ഡ്രസ്സിങ് ഏരിയ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റീസിനാണ് ബാത്റൂം ഫിറ്റീസ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൂടെ നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലൂടെ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസിൻ്റെ വർക്ക് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതിയിലായിട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയ വിൻഡോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വീടിനകത്ത് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ രാവിലെ പകൽ സമയത്ത് നമുക്ക് വീടിനകത്ത് ലൈറ്റിങ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്താണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും ഈ ഒരു പോർഷന് നമുക്ക് കർട്ടൺ ബ്ലിൻസ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. നമുക്ക് വീടിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്ത് നല്ല മനോഹരമായ ഒരു ഫാൻസി ലൈറ്റ് ഹാങ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ് നമുക്ക് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും 15x10 നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഡയമെൻഷൻ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് നമുക്ക് ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഫ്ലോറിൽ നമുക്ക് ക്വാളിറ്റി പ്രീമിയം രീതിയിലുള്ള ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. തൊട്ട് മുകളിലായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. താഴെ കണ്ടതുപോലെ തന്നെയുള്ള ഏരിയ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് തന്നെ നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യം തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ആയാലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. താഴെ കണ്ടതുപോലെ ഫസ്റ്റ് ബെഡ്റൂമിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ടേബിൾ വാൾഡ്രോബ്സ് വിത്ത് നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ആക്കി ചെയ്തിട്ടുള്ളത്. തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ അതിനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ്, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ റൂമിൽ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂമാണ് ഇത്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ഒരു വാൾഡ്രോബ്സ് നമുക്ക് അറേഞ്ച് ആക്കിയിട്ടുണ്ട്. 2 സൈഡും കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളൊക്കെ വന്ന് മനോഹരമായി തീർത്തിട്ടുള്ള ഏരിയ തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് ഫോൾ സീലിംഗ് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും. ഈ ഒരു സൈഡിലാണ് ബാത്റൂം എല്ലാം വരുന്നത്. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം എല്ലാം ചെയ്ത് ചേർത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി. ഒരു കവേർഡ് ഏരിയയാണ് നമുക്ക് ബാൽക്കണിയായിട്ട് വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കവേർഡ് ബാൽക്കണി നമുക്ക് വരുമ്പോഴത്തേക്കും 8x6 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോഴത്തേക്കും സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു കവേർഡ് ബാൽക്കണിയുടെ ആ സൈഡിൽ നമുക്ക് സ്റ്റെയറും കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്ലാസും അതുപോലെ തന്നെ സ്റ്റീലിലെ ഹാൻഡിൽസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അത് പോയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ടോപ്പ് ഏരിയ വരുന്ന ഒരു ഏരിയ നമുക്ക് വന്നിട്ടുണ്ട് ബാൽക്കണിയായിട്ട്. അത് നമുക്ക് വരുമ്പോഴത്തേക്കും 12x6 ഡയമെൻഷൻ വരുന്ന അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരു 3-4 ഒക്കെ ചെയർ വരെ നമുക്ക് ഇൻക്ലൂഡായി സുഖമായിട്ട് ഇരുന്ന് നമുക്ക് ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്ലാഡിങ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്ത് മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫാൻസി ലൈറ്റൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്ന ഏരിയയാണ് ഈ കാണുന്നതാണ്. നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നല്ല മനോഹരമായ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ഭാഗം നമുക്ക് വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിന്, എലിവേഷൻ ലുക്കിന് നല്ല മനോഹരമായൊരു ഗംഭീരമായിട്ടുള്ള ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഹാൻഡിൽസ് ഒക്കെ തന്നെ സ്റ്റീലിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫ്ലോറിംഗ് വരുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന 4 സെൻറ്റിൽ 1760 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുമ്പോഴത്തേക്കും 75 ലക്ഷമാണ്. അത്യാവശ്യം നെഗോഷ്യബിൾ ആണ്. ഒരു ഫെയർ പ്രൈസ് തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് എലിവേഷൻ ആയാലും ഇൻറ്റീരിയർ വർക്കായാലും നല്ല മനോഹരമായ രീതിയിൽ ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 75 ലക്ഷമാണ്. അത് തികച്ച് നെഗോഷ്യബിൾ ആണ്. അപ്പം വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പ്രൈസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.